അച്ഛൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട്. ഡോക്ടറാകാൻ പഠിക്കുന്ന കുട്ടിയാ. ഇപ്പൊ ഹൗസ് സർജൻ CEO. അച്ഛനും അമ്മയൊന്നുമില്ല. നാട്ടിലുള്ള ഏതോ ഒരു ഓർഫനേജിലാണ് വളർന്ന്. ഈ വർഷം കൂടെ കഴിഞ്ഞാൽ ഡോക്ടറാവും. നമുക്ക് ആ കുട്ടിയെ നിനക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ദേവി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരുത്തി തലയിരിച്ചൊരു വശത്തേക്കും നോക്കി. ദേവിക്കടുത്ത് കണ്ണനാണ്. അവൻ ദേവിയെ തന്നെ നോക്കി കിടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് റോണിയാണ്. കൈമുട്ട് ബെഡിൽ കുത്തിവെച്ച് കൈവെള്ളയിൽ മുഖം ചേർത്ത് ദേവിയെ നോക്കുകയാണവൻ. അവന്റെ ഷോൾഡറിൽ താടി കുത്തി റോണിയും ദേവിയെ നോക്കുകയാണ്. 3 പേരിലും ഒരേ ഭാവമാണ്. ഓഹോ, ഒന്നും മുടങ്ങാൻ കാത്തിരിക്കുകയായിരുന്നോ അടുത്ത ആലോചിക്കാൻ? ശ്വാസം വിടാനുള്ള സാവകാശങ്ങളും കൊടുത്തൂടെ? കണ്ണനാണത് പറഞ്ഞ് മറ്റു 2 പേരുടെയും മുഖത്ത് ആ ഭാവം തന്നെയാണ്. പറഞ്ഞൂന്നേയുള്ളൂ. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. നല്ല കുട്ടിയാ, നമ്മുടെ ഇശുവിനെ പോലെ തന്നെ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള മരുമകളെയാ. നിന്നോട് പറഞ്ഞെന്നേയുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. ആരും ആരെയും നിർബന്ധിക്കില്ല. മോഹൻ മറുപടി പറയുമ്പോൾ 3 പേരും ചെരിഞ്ഞു കിടത്തു നിന്ന് മലർന്നു കിടന്നു. അവർ 3 പേരും എന്ത് വേണമെന്ന് ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ റോണയുടെ കാര്യം, അതിൽ നിങ്ങൾക്ക് എന്താ എത്ര ആലോചിക്കാൻ? ദേവി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന കണ്ണനെയും റോണിയെ നോക്കി ചോദിക്കുമ്പോൾ അവർ 2 പേരും ദേവിയെ നോക്കി. അത് ശരി, ഞങ്ങളും കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമല്ലേ? അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം കൂടെ വെള്ളത്തിലാവില്ലേ? അനാമിക പോലെ വല്ല ചിന്തയുള്ളവളാണെങ്കിൽ ഞാൻ എൻ്റെ പെണ്ണിനെ കൊണ്ട് എങ്ങനെ സമാധാനത്തിൽ അവിടെ താമസിക്കും?